RSSന്റെ സമുന്നത സൈദ്ധാന്തികനായിരുന്ന വി.ഡി. സവർക്കർ അദ്ദേഹത്തിന്റെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ 8ാം അധ്യായത്തിൽ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാരെ യുദ്ധങ്ങളിൽ തോൽപ്പിച്ചാൽ അവരിലെ പുരുഷന്മാരെ മുഴുവനും കൊന്നുകളയുമായിരുന്നുവെങ്കിലും സ്ത്രീകളെ അപമാനിക്കാതെ തിരിച്ചയച്ചിരുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് കൊല്ലണമായിരുന്നു എന്നാണ് ധീരു സവർക്കർ അഭിപ്രായപ്പെട്ടത്. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വധത്തിൽ ജയിലിലായ സവർക്കർ തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ താൻ മേലിൽ ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിന്റെ വിനീതദാസനായി ജീവിക്കാമെന്നും ഇന്ത്യയിലെ ഒരുപാട് ഹിന്ദുക്കളെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാൻ തനിക്ക് കഴിയുമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ലെന്നും സർക്കാരിന്റെ ഒപ്പം നിൽക്കുമെന്നും തനിക്ക് ദയവായി മാപ്പ് നൽകണമെന്നും കേണപേക്ഷിച്ച് 10ഓളം തവണയാണ് ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിന് മാപ്പപേക്ഷ സമർപ്പിച്ചത്. ഇങ്ങനെയുള്ള ആത്മാഭിമാനമില്ലാത്ത ബ്രിട്ടീഷ് ഒറ്റുകാരനായ മാപ്പ് സവർക്കറുടെ വെറുപ്പുൽപാദനത്തിന്റെയും സവർണ സംഖ്യ ഭീകരവാദത്തിന്റെയും വക്താക്കളിൽ നിന്ന് മനുഷ്യ സ്നേഹവും ദേശസ്നേഹവും അമ്മ പെങ്ങന്മാരോടുള്ള സ്നേഹവും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ കൂട്ടുകാരെ? ഇന്നലെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, വെടിവെച്ച് കൊല്ലണം, ബലാത്സംഗം ചെയ്യണം. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അത് ഒരാളുടെ പ്രസ്താവനയൊന്നുമല്ല. അതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? പിടികൂടിയ മുസ്ലിം സ്ത്രീകളെ വിട്ടയച്ച ശിവജിയുടെ നടപടി തെറ്റായിരുന്നുവെന്നും അവരെ ബലാത്സംഗം ചെയ്ത് കീഴടക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും എഴുതിയ ഒരാളുണ്ട്. മൂപ്പരുടെ പേരാണ് സവർക്കർ. അവിടെ നിന്ന് തുടങ്ങുന്നതാ ഈ ബലാത്സംഗവും ഈ കൊലയും. വാസ്തവത്തിൽ ഇന്ത്യയുടെ ദീർഘചരിത്രത്തിൽ ദേശവിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാൽ ഒന്നാമത്തെ പേരാണ് ഹിന്ദു മഹാസഭ. അതിന്റെ നേതാവാണ് ഈ സവർക്കർ. ആ പാരമ്പര്യം പിന്നെ പലരും തുടർന്നു. RSSന്റെ സർസംഘചാലകായ ആള് പിന്നീട് എഴുതുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നിങ്ങൾ ഊർജ്ജം പാഴാക്കരുത്, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പൊരുതണം. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? 1 മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇങ്ങനെ രാഷ്ട്രത്തിനകത്ത് സവർക്കറുടെ ചരിത്രം നോക്കേണ്ടതാണ്. 1910 അദ്ദേഹം തടവിലാക്കപ്പെടുന്നു, 9-ലോ 10-ലോ. തുടർന്ന് അദ്ദേഹം നിരന്തരമായി മാപ്പ് എഴുതുന്നു. 6-7 തവണ മാപ്പ് എഴുതി. ഈ മാപ്പ് വായിച്ച് മടുത്തിട്ടാണ് മൂപ്പരെ സ്വന്തമാക്കിയത്. അങ്ങനെ മാപ്പ് എഴുതിക്കൊണ്ടേ. ആദ്യത്തെ 3-4 മാപ്പൊന്നും ബ്രിട്ടീഷുകാർ മൈൻഡ് ചെയ്തില്ല. അവസാനത്തെ മാപ്പപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ സ്വതന്ത്രനാക്കിയാൽ എന്റെ പിന്തുണ മാത്രമല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടൻ ഉറപ്പ് തരാൻ എനിക്ക് കഴിയുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ ആൻഡമാൻ ജയിലിൽ നിന്ന് യാർവാദയിലേക്ക് കൊണ്ടുവരുന്നത്. യാർവാദ ജയിലിൽ വരുന്നു, പിന്നെ രത്നഗിരി ജില്ല വിട്ടുപോയി ബന്ധനയിൽ അദ്ദേഹം രത്നഗിരി ജില്ലയിൽ പ്രവർത്തിക്കുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ വലിയ നേതാവായി ഉയരുകയും ഹിന്ദു മഹാസഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അകമയെ തകർക്കാൻ പോകുന്ന ഒരു വിധ്വംസക ശക്തിയായി അദ്ദേഹം മതബോധത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്.